കോളേജിൽ തന്നെയാണോ? ഡോക്ടർ. അങ്ങനെ. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. ഈ കോട്ട് ഇവന് മാച്ച് ആവുന്നില്ല അല്ലേ? മാച്ച് അല്ലേ? അതൊരു കുഴപ്പമില്ലെന്ന് വേറെ എന്താ വീണ്ടും നിന്ന് കളഞ്ഞു? ഡോക്ടർ പ്ലീസ് ഡോക്ടർ ഒന്ന് പറയൂ ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, പ്ലീസ് മാഡം. ഞാൻ എത്ര പ്രാവശ്യം ചോദിക്കുന്നു ഡോക്ടർ, പ്ലീസ് ഡോക്ടർ. ഹലോ, എന്താ കാര്യം? എനിക്ക് HIV പോസിറ്റീവ് എന്നാ പറയുന്നത്. പോസിറ്റീവ് ആകുന്നത് നല്ല കാര്യമല്ലേ? ബി പോസിറ്റീവ്, ബി ഹാപ്പി. പൊയ്ക്കോ. എക്സ്ക്യൂസ് മീ, ലാസ്റ്റ് ഇയറിൽ മിസ് ഇന്ത്യ നിങ്ങൾക്കല്ലേ കിട്ടിയത്? പറഞ്ഞ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേഷ്യൻസ് എവിടെയാ ഉള്ളത്? ഇവന്റെ പേഷ്യൻസ് അവിടെ, അതാ അവിടെ തന്നെ. ഇവിടെയാണോ ഉള്ളത്? ട്രീറ്റ്മെന്റ് നീ ആരെ കാണിച്ചിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും പറ, ഞാൻ തയ്യാറാ. വാ, ഗോ. സോറി. കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ. നിന്റെ ഇടത്ത് ചീത്ത പറയുന്നുടാ. ഇതായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തേ. ഇവനാ വന്ന് കിടന്നത്. വാ തുറന്ന കുന്നുകളെ നിന്നെ ക്ലീൻ. ഇതെന്ത് ട്രീറ്റ്മെന്റാ? പെയിൻ അറിയില്ല. അതൊട്ടിച്ച പെയിൻ അറിയില്ലെന്നാണോ? അവരുടെ പെയിൻ നമുക്കറിയില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ചെയ്തില്ലായിരുന്നേ അവൻ നമ്മളെ പിടിച്ച് കിട്ടിയിട്ടേനെ. സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ആക്ച്വലി. പെട്ടെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യണം. ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട്. ആയിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ കുട്ടി ക്ഷീണിക്കുമല്ലോ. ഇഡിയറ്റ്. മുട്ടയെന്ന് വിരിഞ്ഞു വന്ന കോഴിക്കുഞ്ഞിനെ പോലെ. ഏട്ടാ എനിക്ക് സുഖമായി ഏട്ടാ. ഏട്ടാ എനിക്കിനി നടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച സന്തോഷമായി ഏട്ടാ. ഞാൻ നടന്നല്ലോ. That is this doctor's miracle. Yeah. Yes, doctor. It's a miracle. ഇദ്ദേഹത്തെ എന്താ നിങ്ങൾ ചെയ്തേ? ലേസർ, ക്രൈസർ, ബ്രേസർ, അതാ എന്റെ ട്രീറ്റ്മെന്റ്. വേണമെങ്കിൽ പഠിച്ചോ. Come on guys. വാടാ. ഡോക്ടറോ? ചേട്ടാ എന്താ? കാശ് കൊടുത്തു, ജോലി നടക്കുന്നില്ല. ആർക്കാ കൊടുത്തത്? ഒരു സിൽക്ക് ജുബയിട്ട ആളുണ്ട്, അയാൾക്കാ കൊടുത്തത്. അത് ശരി, ആ സിൽക്ക് ജുബ അല്ലേ? ആരെങ്കിലും പോയി അയാളെ കൂട്ടിക്കൊണ്ടുവിടാ. എന്തൊരു ശല്യമാടാ ഇത്. ഉച്ചക്കൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താടാ മധ്യസ്ഥം പറയാൻ? ഈ സമയത്താണോ മധ്യസ്ഥം പറിച്ചത്? ഓ ഇവരൊക്കെ നാടകക്കാരല്ലേ? ഞാൻ വാങ്ങിച്ചടാ, ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, സൗകര്യമില്ല. നീ ഒക്കെ എന്ത് ചെയ്യും? എന്താടാ ഈ എക്സ്പ്രഷൻ? സൂപ്പറാ. നീ ഇത്രയും വൈൽഡാണെന്ന് ഞാൻ ഗസ് ചെയ്യണോടാ. എഴുന്നേക്ക്. ഹായ് മാമ. എന്റെ ചുറ്റുമുള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഹായ്. ഡ്രോയറിൽ കാശുണ്ട്, എടുത്തോണ്ട് വാ. നിങ്ങളത് ഇടാറില്ലല്ലോ. ഞാൻ ഡ്രോയിലാ വെച്ചത്. ടേബിളിന്റെ താഴെയുള്ള ഡ്രോയർ. ശരി. താങ്ങിച്ചോ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ്. അവൾ എന്റെയാ. എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാ തല കുനിച്ചോണ്ട് പോകുന്നത്. അല്ലെങ്കിൽ നിന്റെയൊക്കെ തല ഞാൻ എടുത്തേനെ. സിൽക്കേ, നീ ഒന്ന് പുറകോട്ട് വന്നേ. വാ ഇവിടെ. നിന്റെ ഡയലോഗ് സൂപ്പറായിട്ട്. ഇവിടെ എന്റെ തലയമാലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അഭിനയാവേശം പുറത്തു വന്നതാ. നീ ഇങ്ങനെ കൈ ചുട്ടുമ്പോ എനിക്ക് പേടിയാവും. നീ കുറച്ചൊക്കെ മാറിയേ. വിശ്വസിക്കാലോ അല്ലേ? മനസ്സ് തുറന്ന് പറയാ. വിശ്വസിക്കണമെന്ന് വെച്ചാ വിശ്വസിക്കും. ആക്ടറാണോ? ഹീറോ ഏത് പടത്തിൽ ആക്ട് ചെയ്തോ? ആകാൻ വേണ്ടി വിചാരിച്ചതാ. പിന്നെ എന്തുകൊണ്ടാ ആകാഞ്ഞത്? അത് പറയാൻ
എന്നെ ആക്ഷൻ ഹീറോ ആയിട്ട് വെച്ചൊരു പടം പ്ലാൻ ചെയ്തതാ. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തലേദിവസം ഒരു പുതിയ പയ്യൻ വന്നു. അവന്റെ കണ്ണ് ഷാർപ്പും ബോഡി സ്ട്രോങ്ങും. എനിക്ക് പകരം അവനെ ഹീറോ ആക്കി ആ പടം എടുത്തു. സിനിമ സൂപ്പർ ഹിറ്റ് ആയി. അങ്ങനെ അവൻ സൂപ്പർ സ്റ്റാറും ആയി. ആഹാ. ആ പടത്തിന്റെ പേരെന്താ? ഇറ്റ്സ് റിയലി ഓഹോ, നീ ഭയങ്കര ആളാണല്ലോ. കുറെ കഥ ഉണ്ടാവില്ലേ കയ്യിൽ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് സംസാരിക്കാം. എന്താ ആ. അല്ലേ എന്റെ ഒരു ശരി? Cheers. പുള്ളിക്കാരി കൂടി ഇടയ്ക്കിടയ്ക്ക് വൈൻ കഴിക്കും. ആ, അതെ, നിങ്ങളുടെ ഈ കൊഞ്ചലൊക്കെ നിർത്തിട്ടെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞേ. ഹീറോ ആവാൻ വേണ്ടി ഞാൻ ചെന്നൈക്ക് വരികയാണ്. അപ്പൊ ഇവര് ഹീറോയിൻ ആവാൻ രംഭ റോജർ രമ്യ കൃഷ്ണക്ക് പീക്ക് നിൽക്കുന്ന ടൈമാ. അവരെ കഴിഞ്ഞ് നന്നായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞ് കള്ളവണ്ടി കയറി വന്നു. അപ്പൊ നിങ്ങളുടെ പുറകെ നിൽക്കുന്ന ആളോ? അവൻ വില്ലനാകാൻ വേണ്ടി വന്നതാ. ഇവിടെയാ ഒരു ട്വിസ്റ്റ്. അതെയോ? വില്ലനും ഇവളും സെറ്റപ്പായി മാരേജ് ചെയ്തു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മില് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. കഥ കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. കണ്ടിന്യൂ. വൺ ഫൈൻ ഡേ മോർണിംഗ് ദർശൻ എന്റെ ഫ്ലാറ്റിൽ വന്നു. യു മീൻ പ്രിയദർശൻ? യാ, ഓ ഓ. ഓഹോ. കെട്ടിയാ നിന്നെ കെട്ടുള്ളൂ എന്നുള്ള കഥ എന്നോട് പറഞ്ഞു. ബാലേ ബേഷ്. എന്നിട്ട് എന്താ കെട്ടാഞ്ഞേ? ലോഞ്ചിങ് ഹീറോ അല്ലേ, കെട്ടിയാ നിന്നെ കെട്ടൂന്ന് പറഞ്ഞ എന്റെ ഇമേജ് പോകൂലേ. എന്നെ കെട്ടിക്കോ എന്ന് ടൈറ്റിൽ മാറ്റാൻ ഞാൻ പറഞ്ഞു. ഓ, നിങ്ങൾക്ക് എന്തിനാ അത്ര ഈഗോ? എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? അയാൾക്ക് ഈഗോ ഒന്നുമില്ലല്ലോ. അയാൾ എന്നെ കട്ട് ചെയ്തു. പിന്നെ ഒരു വലിയ ഹീറോ വന്നു. ഛേ, അതിന് ശേഷമുള്ള റിയാക്ഷൻ എന്തോ? ഫ്രസ്ട്രേഷനിൽ ഞാൻ നാട്ടിലോട്ട് പോയി. പിന്നെന്താ തിരിച്ചു വന്നേ? ആശ മരിക്കില്ലല്ലോ. ഇവളോടാണോ? സിനിമയുടെ മുകളില് ഒന്ന് മൂടി വെയി. ഇനി കണ്ടിന്യൂ ചെയ്. നെക്സ്റ്റ് ഡേ സൂര്യ വന്നു. സൂര്യാണോ? സൂര്യ. കറക്റ്റ്. അതെങ്ങനെയാണോ കൊളായത്? ഇന്റർവെല്ലിൽ പഞ്ച് മാറ്റാൻ പറഞ്ഞു. സിനിമയിൽ ഹിറ്റായ ആ ഹിപ്പ് സീനല്ലേ ഹൈലൈറ്റ് ആയത്? അയാൾക്ക് എന്തറിയാനാ? പെണ്ണിനെ കാണുമ്പോ ഹിപ്പാണോ നോക്കുന്നത്? വേറൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് എന്താടാ ഇത്? അടങ്ങിയിരിക്കണം. ഇവിടെ വന്നവന്മാരെല്ലാം നിന്നെ ലൈൻ അടിച്ചോണ്ടിരിക്കുക. എണീക്കടി. തുണി കഴുകാൻ പോവാണോ? എന്തെങ്കിലും ഒന്ന് കഴുകണം. എണീക്കടി. ഈ ലുങ്കി ഒന്ന് കഴുകിടാൻ പറ. ഒറ്റ ചവിട്ട് വെച്ച് വന്നാണല്ലോ.